ഡിയർ മെറ്റ ആർമി ഡിസ്കഷൻ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഏവർക്കും നമസ്കാരം. ഞാൻ അനിൽകുമാർ ദാസ് ഫ്രം പത്തനംതിട്ട. നമുക്കറിയാം, നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ നിലയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ സമയത്ത് കണ്ണൂര് പ്രോഗ്രാം, ഓഫ്ലൈൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുകയുണ്ടായി. വളരെ സക്സസ് ആയിരുന്നു ആ ഒരു പ്രോഗ്രാം. ശരിക്കും ഏതാണ്ട് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഏതാണ്ട് 15 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബിസിനസ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയും സാധിച്ചു. അങ്ങനെ വളരെ ശക്തമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോകമെമ്പാടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റ ആർമി ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ശ്രീ ശ്രീകുമാർ സാർ നമ്മളോട് സൂചിപ്പിച്ചു. ഏതൊരാളെയും, ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്ന ഏത് ഒരാളെയും എന്ത് ചെയ്യുക? സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. അപ്പൊ മെറ്റ ആർമിയുടെ ഭാഗമായി മാറുവാൻ ചില കണ്ടീഷൻസ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും പുതിയതായിട്ട് ഒരുപാട് ആളുകൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് ഞാനൊന്ന് പറയാം. ഒന്ന്, നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്, ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പൊ ആ ബിസിനസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ, മറ്റൊരാളെ പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യണമെങ്കിൽ, തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തെ കുറിച്ചും ഈ ആധുനിക ടെക്നോളജികളെ കുറിച്ചുമുള്ള അറിവ് നമുക്ക് ഉണ്ടായേ പറ്റൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മുടെ മീറ്റിങ്ങിലൂടെയാണ് ലഭിക്കാനുള്ള ഏറിയ സാധ്യത നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റിങ്ങുകളിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പങ്കെടുക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ഏതൊരു ബിസിനസ്സും ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ കസ്റ്റമേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്, കമ്മ്യൂണിറ്റിയെ ആശ്രയിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളെ കൊണ്ടാകുന്ന ആളുകളെ, ചിലപ്പോൾ ഒരാളെ ആയിരിക്കാം, 2 ആളെ ആയിരിക്കാം, 3 ആളെ ആയിരിക്കാം, ആകുന്ന ആളുകളെ നമ്മളുടെ മീറ്റിംഗിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. ഇതാണ് 2ാമത്തെ കണ്ടീഷൻ. 3ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടീഷനാണ്. നമ്മുടെ ഒരു കരിയറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രഥമ ഇന്റർനാഷണലിന്റെ PVC മെറ്റയായിട്ട് ബന്ധപ്പെട്ട ആ കരിയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് 20 ലെവലുകളിൽ നിന്ന് ഇൻസെന്റീവ് ലഭിച്ച് നമ്മുടെ ഫാമിംഗ് സ്പീഡിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കരിയറാണ് സിസ്റ്റം നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ 20 ലെവലുകളുടെ ഇൻസെന്റീവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫാമിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആ ഇൻസെന്റീവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ അത്യാവശ്യം. അപ്പൊ ആ 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കരിയറിന്റെ ഭാഗമായി ഇരിക്കുമ്പോൾ. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര തരത്തിലുള്ള എമൗണ്ട് ഈ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ റിട്ടേൺ വാങ്ങുന്ന, അങ്ങനെ ജീവിതത്തിൽ സക്സസ് ആവുന്ന ഒരു വ്യക്തിയായി മാറാം. ഇനി അതല്ല എന്നുള്ള കാര്യങ്ങൾക്കകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാം. അപ്പൊ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ, അതായത് ഫാസ്റ്റ് ആയിട്ട് നമ്മളുടെ ഇൻകം ഡബിൾ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും സിസ്റ്റം ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പം ആ 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ മിനിമത്തിലാണെങ്കിലും ചെയ്തിട്ടുള്ള, നമ്മളുടെ മീറ്റിങ്ങുകളിൽ കൃത്യമായി പങ്കെടുക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ മീറ്റിംഗിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളെയോ 2 ആളെയോ 3 ആളെയോ ഒക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളുടെ ഈ മീറ്റിംഗിലേക്ക് പങ്കെടുപ്പിക്കുന്ന ആളുകളെ നമ്മളുടെ ഈ ഒരു സിസ്റ്റം, അതായത് മെറ്റ ആർമി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ളത്. അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ ഇൻകം ഒരു മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ എത്തിക്കാനായിട്ടുള്ള പ്രവർത്തനം മെറ്റ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഡിയർ ഫ്രണ്ട്സ്, മെറ്റ ആർമി ഇന്നൊരു ചെറിയ സംവിധാനമല്ല. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റത്തിന്റെ അപ്ഡേഷൻസ് പൂർണ്ണമായി തീരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഏതാണ്ട് 2025 ഈ പറഞ്ഞേക്കുന്ന അപ്ഡേഷൻസ് എല്ലാം പരിപൂർണമായിട്ട് മാറുകയും മെറ്റ ആർമിയുടെ പ്രവർത്തനം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശരിക്കും ആളുകൾക്ക് ബോധ്യം വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ശരിക്കും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? മഹാരാഷ്ട്രയിലുള്ള
ഒരു ഏജൻസിയുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. അവർക്ക് ആ എഗ്രിമെന്റ് സൈൻ ചെയ്തത് ആ ടൈം തൊട്ട് ഒരു മാസം 1.5 ലക്ഷം രൂപയുടെ ബിറ്റ് കോയിൻ വേറെ ആരുടെ കയ്യിൽ നിന്നും പേയ്മെന്റ് വാങ്ങാതെ ഈ മെറ്റ ആർമിയുടെ കെയർ ഓഫിൽ നിൽക്കുന്ന ആളുകളെ കണക്ട് ചെയ്തുകൊണ്ട് ശരിക്കും ആ ബിറ്റ് കോയിൻ നമ്മൾ ഓരോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ലീഡേഴ്സ് കാറ്റഗറി പിന്നെ എന്താ പറയാ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഓരോ മാസവും 1.5 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ബിറ്റ് കോയിൻ ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? നമ്മളെ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആക്കി മാറ്റാനായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ബ്ലോക്ക് ചെയിനകത്ത് ആഡുകൾ കൊടുക്കുന്ന പ്രക്രിയയാണ് ആദ്യം ആരംഭിച്ചത്. വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഏതാണ്ട് 150ഓളം രാജ്യങ്ങളിൽ ഇപ്പൊ ആഡുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഒരു ന്യായമായിട്ടുള്ള ബിസിനസ് ശരിക്കും ആ ആഡുകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ അവര് സ്കോർ ചെയ്ത് നമുക്ക് നൽകുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇനി വരുന്ന ഒരു സമയത്ത് നമ്മളിൽ ഒരാളെ നിർബന്ധിക്കുന്നില്ല, നമ്മളിൽ ആരാഗ്രഹിക്കുന്നുവോ അത്തരത്തിലുള്ള ഒരാളെ ഒരു ഗ്ലോബൽ പേഴ്സണാലിറ്റി ആക്കി മാറ്റുക, ഒരു ഗ്ലോബൽ സിറ്റിസൺ ആക്കി മാറ്റുക. ലോകമെമ്പാടും ഇപ്പൊ ഇലവൻ മസ്ക് എന്ന് പറഞ്ഞ ലോകമെമ്പാടും അറിയും എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി അവർ ഒരു പാക്കേജ് ഇപ്പൊ നമുക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ബാക്കിയുള്ളവർക്ക് തള്ളിക്കളയാം. ആരെയും ഇത് നിർബന്ധിച്ച് താങ്കൾ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ലെവലിന്റെ കാര്യങ്ങൾക്കകത്തല്ല. അപ്പൊ ശരിക്കും അവർ നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ തരാനും വിവിധ ഭാഷകൾ നമ്മളെ പഠിപ്പിക്കുവാനും അവിടെ ചെല്ലുമ്പോൾ അതായത് എല്ലാ എക്സ്പെൻസും മെറ്റ ആർമിയെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസിയാണ് ഏറ്റെടുക്കുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ പഠിപ്പിക്കുന്നത് ഉൾപ്പെടെ, നമ്മുടെ യാത്രാ ചെലവുകൾ ഉൾപ്പെടെ, നമ്മുടെ താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും മെറ്റ ആർമിയുടെ ആ ഗ്രൂപ്പാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ പറയുന്നു ഞങ്ങൾക്ക് എല്ലാവരെയും അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എങ്ങനെയുള്ള ആളുകളെയാണ് ഞങ്ങൾ അഫോർഡ് ചെയ്യുന്നത്? ആക്റ്റീവായിട്ട് നിൽക്കുന്ന എങ്ങനെ? ഒരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നേരത്തെ മെറ്റ ആർമി നമുക്ക് നൽകിയ ഒരു 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 സന്ദേശമുണ്ട്. മെറ്റ ആർമിയിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് കിട്ടിയ ആളുകൾക്ക് മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം കിട്ടിയിരിക്കും. അതും ഇതുമായിട്ട് ഒരിക്കലും ബന്ധിപ്പിക്കരുത്. അത് കൃത്യമായിട്ടും കിട്ടിയിരിക്കും. പക്ഷേ അതിലുപരി വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ മെറ്റ ആർമിയുടെ ആ അഡ്വൈസറി ബോർഡ് ക്ഷണിക്കുകയാണ് ഈ പ്രസ്തുത പ്രോഗ്രാമിലൂടെ. എന്താണ് അവർ ഇപ്പോൾ നമുക്ക് മുമ്പാകെ നൽകിയിരിക്കുന്ന ഒരു അവസരം എന്ന് ചോദിച്ചാല്, അവര് ഒരു ഗോവ ട്രിപ്പ് നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുകയാണ്. ഗോവ ട്രിപ്പ് ഇപ്പൊ നമുക്കറിയാം, മഹാരാഷ്ട്രയില് നമ്മുടെ ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇതാ ഈ വരുന്ന 2-ാം തീയതി ഗുജറാത്തില് മെറ്റ ആർമിയുടെ 2ാമത്തെ ഓഫീസ്. അത് ആ ഓഫീസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുളിര് കോരിപ്പോകും. കാരണം ഇന്ന് നമ്മുടെ മെന്റർ, വെൽവിഷർ, നമ്മുടെ അഡ്വൈസർ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ, നമ്മളെല്ലാവരും ആരാധിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അശോകൻ സാറിന്റെ മകൻ, എന്റെ സ്വകാര്യ ഭാഷയിൽ പറഞ്ഞ എന്റെ ഹരിക്കുട്ടൻ, അദ്ദേഹത്തിനെ വിളിച്ച ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു കാഴ്ചകൾ വീഡിയോ കോളിങ്ങിലൂടെ എന്നെ കാണിച്ചു തന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഗുജറാത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ശരിക്കും. ആ ഇൻഡസ്ട്രിയൽ ഹബിന്റെ സെൻട്രലൈസ്ഡ് ഏരിയയിൽ, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാമെങ്കിൽ അദാനി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത്, അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അവിടെയാണ് ശരിക്കും നമ്മളുടെ മെറ്റ ആർമിയുടെ ഓഫീസ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞു. 2-ാം തീയതി ഓപ്പണിംഗ് ആണ്. എനിക്കത് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഇന്ന് ശരിക്കുണ്ടായി. ഞാൻ അന്നേരമാണ് ആലോചിക്കുന്നത്, മെറ്റ ആർമി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് എത്രമാത്രം വലിയ ഉൾക്കാഴ്ചയാണ്, എത്രമാത്രം വലിയ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആകുന്ന ചിന്താഗതിയാണ് ശരിക്കും മെറ്റ ആർമി നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റ ആർമിയുടെ ഭാഗമായി മാറിയിട്ടുള്ള എല്ലാവരും അതിന്റെ ഫ്രൂട്ട്സ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ്. പ്ലീസ് വെയിറ്റ്. അത് അനുഭവിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇന്നുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ സ്മൃതി പദങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് മെറ്റ ആർമി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ തുടർച്ചയാണിത്.
ഇനി തുടരെ 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 തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഓഫീസ് വരുന്നു, മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലേക്കും മെറ്റാ ആർമിയുടെ ഓഫീസ് വരുന്നു. ഇപ്പൊ നിലവിൽ അഹമ്മദാബാദിൽ മഹാരാഷ്ട്രയില് നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ദെൻ അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോ രണ്ടാമത്തെ ഓഫീസ് ഗുജറാത്തിൽ ഓപ്പൺ ചെയ്യാം. അപ്പോ വരുന്ന ജനുവരി മാസത്തോടുകൂടി നമ്മുടെ സിസ്റ്റത്തിനകത്ത് വലിയ ഡെവലപ്മെന്റ്സ് വരാൻ പോകുന്നു. അത് മണത്തറിഞ്ഞു നമ്മളുടെ മെറ്റാ ആർമിയുടെ അഡ്വൈസറി ബോർഡ്, അത് മണത്തറിഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് ആർക്കെങ്കിലും ഗ്ലോബൽ സിറ്റിസണായി മാറാൻ, ലോകമറിയുന്ന വ്യക്തിയായി മാറാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷണിക്കുകയാണ് ആ മഹാഗ്രൂപ്പ്. അവരിപ്പോ ഒരു ഗോവ ട്രിപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഗോവ ട്രിപ്പ് എന്ന് പറയുമ്പോൾ 4 ദിവസക്കാലത്തെ ട്രിപ്പാണ്. ആ 4 ദിവസക്കാലത്തെ ട്രിപ്പിൽ നമുക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് അവർ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഒരു 90 ദിവസക്കാലത്തെ പ്രോഗ്രാമാണ്. ഒരു 90 ദിവസക്കാലത്തെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കരിയറിനനുസരിച്ച് 20 ഡയറക്റ്റ് ബിസിനസ് നമ്മൾ തികച്ചിട്ടുണ്ടോ? അത് ലക്ഷങ്ങളുടെ ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഓൺലി 100 USDT മിനിമം ഫാമിങ്ങിന്റെ കേസ് മതി. രണ്ടാമത്തെ സ്റ്റെപ്പ് 20 ബിസിനസ് ഡയറക്റ്റ് തികച്ചിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 20 ഡയറക്റ്റ് ബിസിനസ്സുകളിൽ 3 ലെഗുകൾ പരിശോധിക്കും അവര്. ഈ 3 ലെഗുകളുടെ 20 ഡെപ്തിനകത്ത്, മീൻസ് 20 ലെവലിൽ നിന്നാണല്ലോ നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ 20 ഡെപ്തിനകത്ത് 20 വീതം ബിസിനസ് വന്നിട്ടുണ്ടോ? അപ്പൊ ഒന്നാമത്തെ ലെഗിൽ 20 ബിസിനസ്, രണ്ടാമത്തെ ലെഗിൽ 20 ബിസിനസ്. താഴെ 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 വന്നാലും മതി ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഒരാൾ ചെയ്താലും മതി ഫ്രണ്ട്സ്. അങ്ങനെ താഴെ താഴെ 3 ലെഗുകളിൽ എന്താണ് 20 20 20 അത്തരത്തിലുള്ള ബിസിനസ് ചെയ്യാൻ ഈ വരുന്ന 3 മാസക്കാലത്തിനകത്ത് അതിന്റെ ഡേറ്റ് അവര് പ്രഖ്യാപിക്കും. ഉടൻ തന്നെ ആ പറയുന്ന പ്രസ്തുത പീരീഡിൽ ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളെ മെറ്റാക്രാറ്റ്, എന്താണ് മെറ്റാക്രാറ്റ് എന്ന നിലയ്ക്ക് അവർ പ്രഖ്യാപിക്കും. അത്തരം ആളുകൾക്ക് ഈ പറയപ്പെടുന്ന ട്രിപ്പിലേക്ക് പോവാം. 4 ദിവസക്കാലത്തെ പ്രോഗ്രാം. ഒരു ദിവസം അവരുടെ ട്രെയിനിങ് ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ ക്രൂസിലായിരിക്കും, കപ്പലിലായിരിക്കും. നോക്കൂ, കഥ മാറുകയാണ്. അടുത്ത അവരുടെ ട്രിപ്പ് അവർ പ്ലാൻ ചെയ്യുന്നത് ഇന്റർനാഷണൽ ലെവലിലേക്കാണ്. ടു ബിക്കം ആൻ ഇന്റർനാഷണൽ പേഴ്സൺ, ടു ബിക്കം എ ഇന്റർനാഷണൽ സിറ്റിസൺ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആക്കി നമ്മളെ വാർത്തെടുക്കുവാൻ ക്ഷണിക്കുകയാണ് മെറ്റാ ആർമിയുടെ അഡ്വൈസറി ഗ്രൂപ്പ്. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ടീമിലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സീനിയറുമായി നിങ്ങൾ ഉടനടി കോണ്ടാക്ട് ചെയ്യുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്രോഗ്രാം. എല്ലാവരോടും കാല് പിടിച്ച് പറയുന്ന കേസൊന്നുമില്ല. ഇത് നിങ്ങളുടെ കഥ മാറ്റിക്കുറിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ പിക്ചർ മാറ്റിക്കുറിക്കുന്ന ഒരു കേസാണ്. ഇന്ന് അദാനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, ഹീസ് ആൻ ഇന്റർനാഷണൽ പേഴ്സൺ, ഹീസ് ആൻ ഇന്റർനാഷണൽ സിറ്റിസൺ. അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല എന്ന ലെവലിലേക്ക് നിങ്ങളുടെ കരിയറിനെ മാറ്റുവാൻ ഇതാ നമ്മുടെ മെറ്റാ ആർമിയുടെ അഡ്വൈസറി ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറഞ്ഞേക്കുന്ന ട്രിപ്പ് എന്ന് പറയുന്നത്. ഇത് നിസാരവൽക്കരിച്ച് കളയരുത്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത, നവംബർ മാസം 9-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മുടെ രണ്ടാമത്തെ ഓഫ്ലൈൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, അവിടുത്തെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആവുന്ന ഒരു ഹോട്ടലിലായിരിക്കും. അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇൻഫോർമേഷൻസ് കിട്ടും. സ്റ്റാൻഡേർഡ് ആവുന്ന ഒരു ഹോട്ടലിലായിരിക്കും ഈ ഒരു കാര്യം നടക്കപ്പെടുക. വളരെ വലിയ പൈസ ചെലവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് എത്രയാണ് എൻട്രി ഫീസ് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവിടെ നല്ല ഒരു ക്രൗഡിനെ, നമുക്ക് ഇതിനു മുമ്പ് കണ്ണൂർ മീറ്റിംഗ് നമ്മൾ നടത്തി. ആ കണ്ണൂർ മീറ്റിംഗില് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സദസ്സ് നമ്മുടെ മുമ്പാകെ എത്തി. അവർക്ക് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും അവിടുന്ന് ഏകദേശം 15 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബിസിനസ്സും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക്, കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് അടുത്ത പ്രോഗ്രാം വരികയാണ്. തയ്യാറായിരിക്കുക. മാക്സിമം പാർട്ടിസിപ്പേഷൻ അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന ട്രിപ്പ് വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആക്റ്റീവ് ലീഡറുമായി
നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. എന്തൊക്കെയാണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, നിങ്ങൾ ആക്റ്റീവ് ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രോഗ്രാം മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക. അതിലൊരു കാര്യമുണ്ട്, ടിക്കറ്റ് റിസർവേഷൻ ആണ്. അടുത്ത ദിവസം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരുന്നുണ്ടാവും എത്രയാണ് ടിക്കറ്റ് റേറ്റ്. അവിടുത്തെ ഒരു എന്താ പറയാ ടോട്ടൽ എക്സ്പെൻസും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും അതിന് ടിക്കറ്റ് റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും അതിനകത്ത് പരമാവധി നമ്മൾ ഉൾക്കൊള്ളുക. കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒരു നല്ല മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ സൈറ്റ് എല്ലാം തുറന്നിട്ട് പല ആളുകൾക്കും അറിയില്ല എങ്ങനെയാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ ഹാള് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് മാറും. അതിന് ഉദാഹരണമാണ് സാർ, കണ്ണൂർ പ്രോഗ്രാം നടന്നതിന്റെ പിറ്റേ ദിവസം 15 ലക്ഷം രൂപയുടെ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്യപ്പെട്ടു. അത് കൺവിൻസ് ആയതിന്റെ ഫലമാണ്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ട്രിവാൻഡ്രം പ്രോഗ്രാം. അടുത്ത ദിവസക്കാലങ്ങളിൽ നിങ്ങൾ ഗ്രൂപ്പ് നോക്കുക. ഗ്രൂപ്പിൽ അതിന്റെ ഇൻഫോർമേഷൻസ് എത്രയും പെട്ടെന്ന് വരും. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ സിറ്റിസണായി മാറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആക്റ്റീവ് ലീഡേഴ്സുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അതിനുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. അടിപൊളി. കൺഗ്രാറ്റുലേഷൻ സാർ. ഇപ്പൊ കുറെ കാര്യങ്ങൾ സാർ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക, വിജയിക്കുക, കൂടെ നിൽക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ഷണിക്കാം നമ്മുടെയൊക്കെ മെന്ററും നമ്മുടെയൊക്കെ എന്താ പറയണ്ടേ അദ്ദേഹത്തിന് ഈ മെറ്റ ആർമിയുടെ സ്ഥാപകനുമായ നമ്മുടെ മൈസൂർ അശോകൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രഡീഷണൽ ബിസിനസ്സിൽ തുടങ്ങി ട്രേഡിങ്ങിലും തൊട്ട ബിസിനസ് എല്ലാം വിജയിപ്പിച്ച അദ്ദേഹം ഇപ്പോൾ വേൾഡ് വിജയിച്ചു. മെറ്റ ആർമി എന്ന ഒരു ഓർഗനൈസേഷനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക്, ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കൊടുത്തുകൊണ്ട് ഇരിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ കണ്ണനും കൂടി ആണ് മെറ്റ ആർമി വളരുന്നതിന് വേണ്ടി, വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പറ്റം ലീഡർമാരും കൂടെ ഉണ്ട്. അവരും ഒപ്പം മൈസൂർ അശോകൻ സാറിന്റെ മകൻ കണ്ണനും കൂടിയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ക്ഷണിക്കാം നമ്മുടെ മെന്ററും നമ്മുടെ എല്ലാമായ നമ്മുടെ മൈസൂർ അശോകൻ സാറിന്റെ വാക്കുകൾ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്ലീസ് സാർ, അശോകൻ സാർ. ഓക്കെ, താങ്ക് യു സാർ. വെൽക്കം സാർ. ഓക്കെ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശ്രീകുമാർ സാർ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു മെറ്റ ആർമിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേപോലെ പത്തനംതിട്ടയുടെ ഗ്രേറ്റ് ലീഡർ അനിൽകുമാർ ദാസ് സാറ് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്ന് സംസാരിച്ചത്. കാരണം നമ്മുടെ ബിസിനസ്സിലുണ്ടായ മാറ്റമാണ് നമ്മളെ ശരിക്കും എക്സൈറ്റഡ് ആക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇനി വരാൻ പോകുന്ന ഒരു കാലം, ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന 131 ആളുടെ ലൈഫിൽ അത്രയും വലിയ ചേഞ്ച് ആക്കാൻ പോകുന്ന ഒരു കാലമാണ്. ഇങ്ങനെ ഒരു കാലം ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നമ്മളെ കുടുംബക്കാര്, നമ്മളെ ബന്ധുക്കള്, നമ്മളെ റിലേറ്റീവ്സ്, നമ്മളെ സഹപാഠികള്, നമ്മളെ അറിയുന്ന നാട്ടുകാര് എല്ലാം ഒരു ദിവസം നിങ്ങളെ അംഗീകരിക്കുന്നത് നിങ്ങൾ ഈ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ് തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, മെറ്റ ആർമിയുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ മെറ്റ ആർമിയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ 2025 കൂടി ആ നാട്ടിലെ, ആ ഗ്രാമത്തിലെ, ആ ടൗണിലെ, ആ കുടുംബത്തിലെ അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. കാരണം ഒന്നേ ഉള്ളൂ, വേൾവെയിനും PVC മെറ്റയും തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു കാരണം മാത്രമാണ്. ഇത് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല. നിരവധി ആളുകൾ ഈ ബിസിനസ്സിൽ വന്ന് കടന്നുപോയ ആളുകളുണ്ട്. കഴിഞ്ഞ 5.5 വർഷമായിട്ട് വേൾവെയിൻ PVC മാറ്റ എന്ന് പറയുന്ന
ഈ ഒരു സംരംഭത്തോടൊപ്പം ചേർന്ന ഫാമിലി ആയിട്ട് 24 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ സാധാരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പ്രവർത്തനങ്ങൾ മൊത്തം മാറ്റിവെച്ച് മുഴുവൻ സമയവും ഈ ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കാരണം ഈ ബിസിനസ്സിലൂടെ കിട്ടാൻ പോകുന്ന ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ റിച്ച്നെസ്സും സമൃദ്ധിയും ഐശ്വര്യവും ഗുഡ്വില്ലും അത്രയും വലുതാണ് സുഹൃത്തുക്കളെ. ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്നും രാവിലെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാവിലെ എല്ലാ ദിവസവും, കാരണം ഞാൻ 45 വർഷം എൻ്റെ ഫാദറിനോട് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ അന്ന് പൈസ ഉണ്ടാക്കും, പക്ഷെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ അധ്വാനിച്ച പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. വേറൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ മുമ്പിലില്ല. നമുക്ക് ചില ചാരിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നു, ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു പരിധിക്കപ്പുറം ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ എന്ത് സംഭവിച്ചത്, നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനി നിരവധി ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, സിസ്റ്റം 2015 സ്റ്റാർട്ട് ചെയ്തു, 2025 അവസാനിക്കും. അവരെ മൊത്തം അപ്ഡേഷൻ ബിസിനസ് പുതിയ പ്ലാനിലേക്ക് 2025 കിടക്കും. നമ്മുടെ മുമ്പിൽ എത്ര മാസം ഉണ്ട് 2025 ആവാൻ? 3 മാസം കംപ്ലീറ്റ് ഇല്ല. 3 മാസം കംപ്ലീറ്റ് ഇല്ല. നമുക്ക് 3 മാസം കഴിയുമ്പോൾ 2025 കിടക്കും. 2025 എന്ത് സംഭവിക്കും? 2025 അവർ അവരുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യും. എന്ന് വെച്ചാൽ അവരുടെ ട്രേഡിംഗ് പെയർ പ്രഖ്യാപിക്കപ്പെടും. പ്ലസ് നമ്മൾ പണ്ട് ചെയ്ത് മറന്നുപോയ പല ആളുകളും PVC മെറ്റലിനെ കുറിച്ച് ഇപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷെ പേൾവെയിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളുടെ ഐഡിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കും. കാരണം എന്തുകൊണ്ടാ, അന്ന് 2015 PVC മെറ്റക്ക് മുമ്പുള്ള പേൾവെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ DP പ്രോഗ്രാമില് $100 ബില്യൺ അപ്ലോഡ് ചെയ്തിട്ട് അവരുടെ സെർവറിൽ ലോഡ് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം നടന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഓഡിറ്റിങ് ലോകത്തുള്ള എത്ര രാജ്യങ്ങളുണ്ടോ അവർക്കൊക്കെ തുറന്നു കൊടുത്തിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ പേൾവെയിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരുന്നു, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആയിരുന്നു, ഇല്ലെങ്കിലോ ഹൈക്കോടതി വക്കീലന്മാരായിരുന്നു. കാരണം നിയമപരമായിട്ട് അത്രയും അറിയുന്ന ആളുകളാണ് ഈ DPനെ കുറിച്ച് വിശ്വസിച്ച ആളുകൾ. പല ആളുകളും സാധാരണക്കാരന് ഇത് സാധാരണ വെബ്സൈറ്റിൽ പറയുന്ന പോലെ എന്തോ ഒന്നാണ് ധരിച്ചത്. അതായത് 93 ലക്ഷം കോടി വർത്തുള്ള DP ആ സെർവറിനകത്ത് ഇന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സുഹൃത്തെ. ഇന്ന് DP പല ആൾ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, DP ഇന്ന് ആക്റ്റീവ് ആണോ? 100% ആക്റ്റീവ് ആണ്. DPയുടെ ഒരു മൂല്യം കുറഞ്ഞിട്ടില്ല. മാത്രല്ല, അന്ന് ഓട്ടോപോൾ വാങ്ങിച്ച അവരുടെ വാലറ്റിനകത്ത് ഇന്നും DPയുടെ റിവാർഡ് ഇറങ്ങുന്നുണ്ട് സുഹൃത്തുക്കളെ. എന്ന് വെച്ചാൽ ഇന്നും DP ലൈവിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എവിടെ നമ്മൾ കാണാത്ത, നമുക്ക് നമ്മുടെ വാലറ്റ് തുറന്ന് കാണാൻ പറ്റുന്നില്ല, പക്ഷേ DP ഫങ്ഷനിങ്ങിലാണ്. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ, ഇത്രയും വലിയ ഒരു സ്റ്റോറേജ് ആയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയായ DP ഇങ്ങനെ എല്ലാ കാലവും എന്ത് ചെയ്യില്ല, സെർവറിന് അകത്ത് ഉറങ്ങിക്കിടക്കില്ല. അത് 2025 പുറത്തു വരും. എന്തുകൊണ്ട് പറയും, നമ്മൾ ജസ്റ്റ് ലോജിക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. DPയുടെ മൂല്യം എത്രയാണ്? 93 ലക്ഷം കോടിയുടെ DP ഉണ്ട്. PVC മെറ്റ എത്രയാണുള്ളത്? 100 ബില്യൺ DP ഉണ്ടാകുമ്പോൾ PVC മെറ്റയുടെ ടോട്ടൽ എണ്ണം എത്രയാണ്? വെറും 1.5 ബില്യൺ മാത്രം. വെറും 1.5 ബില്യൺ, മറ്റത് 100 ബില്യൺ. എത്ര വ്യത്യാസമുണ്ട്? വലിയ വ്യത്യാസമാണ്. വെറും 2% പോലും ഇല്ല. DPന്റെ 2% പോലും ഇല്ല. മാത്രമല്ല, DPക്ക് മുമ്പില് DP പ്രോഗ്രാമിന്റെ സമയത്ത് PVC മറ്റേ ട്രയൽ റൺ ആയിട്ടുള്ള PV മിന്റ് $1 തുടങ്ങിയിട്ട് $110 എത്തിച്ചിരിക്കുന്ന സമയത്ത് $110 എന്ന് വെച്ചാൽ അന്നത്തെ വില കൂട്ടിയാൽ പോലും 8,250 രൂപ. അന്നത്തെ വില അന്ന് 75 രൂപ ആയ സമയത്ത് കൂട്ടിയ വില ഇന്നാണെങ്കിൽ 10,000 കടന്നിട്ടുണ്ടാവാം. ആ ട്രയൽ റണ്ണിൽ ഇത്രയും വില ഉണ്ടാക്കിയ ഒരു കറൻസിനെ, യഥാർത്ഥ കറൻസി വേൾഡ് വൈഡ് ആയിട്ട് അവർ പുറത്തിറക്കുമ്പോൾ അതിൽ ഉപയോഗിച്ച ടെക്നോളജി ഒക്കെ നമുക്കറിയാം. ഒരുപാട് ക്ലാസ് നമ്മൾ കേട്ടതാണ്. ആ മിന്റ് പ്രോഗ്രാമിൽ നമ്മൾ ഉള്ള ഒരു പ്രോഗ്രാം നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം ഓപ്പൺ ആക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. PVC മെറ്റ അതിന്റെ ഫങ്ഷനിങ് കൃത്യമായി നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2025 ഇതിന്റെ ഫുൾ പ്രോഗ്രാം
പുറത്തു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അന്നത്തെ PVC മെറ്റയുടെ വില എന്തായിരിക്കും? PV മെന്റിന് 8,250 രൂപ വില വരെ വന്നിച്ചാണ്. നമ്മളെ PVC മെറ്റയ്ക്കും ഒരു സമയത്തും 1,300 രൂപ വരെ വന്നതാണ്. ഈ രണ്ട് പ്രോഗ്രാമും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു പ്രോഗ്രാം വരും. ആ പ്രോഗ്രാം പുറത്തു വരുന്നതോടുകൂടി 85 ലക്ഷം ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. PVC മെറ്റയുടെ കമ്മ്യൂണിറ്റി എത്ര? 2,03,000 ആൾക്കാരാണുള്ളത്. മറ്റത് എവിടെ കിടക്കുന്നു? 85 ലക്ഷം. എങ്ങനെ നോക്കിയാലും ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ PVC മെറ്റയും DP തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പല ആളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന PVC മെറ്റ പ്രോഗ്രാം മാത്രമേ ഉണ്ടാവൂ, വേൾഡ് DP പ്രോഗ്രാം ഉണ്ടാവില്ല എന്ന്. സുഹൃത്തുക്കളെ, DP പ്രോഗ്രാമിന്റെ അക്കൗണ്ടിന്റെ ഹിസ്റ്ററി അടക്കം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. 85 ലക്ഷം ആളുകളുടെ ഹിസ്റ്ററി അടക്കം അവരെ കയ്യിലുണ്ട്. നിർബന്ധമായും തുറക്കും. അതിന്റെ ഒരു സൂചനയാണ് നമുക്ക് നാളത്തെ മീറ്റിംഗിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി. രവികുമാർ സാറാണ് നാളെ ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം എന്താണ് നമ്മുടെ ഫാമിങ്ങിലും ഫണ്ടിങ്ങിലൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നാളെ വിശദീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും മീറ്റിംഗിൽ പങ്കെടുക്കുക. കാരണം എന്താ, നമ്മളെ സിസ്റ്റം തന്നെ ഇപ്പോൾ നമ്മളെ സൈറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് PVC മെറ്റ നമുക്കറിയാം. ഫണ്ടിങ്ങില് PVC മെറ്റും ഫാമില് USD വാല്യൂ ആണ് ഇറങ്ങുന്നത്. യഥാർത്ഥ PVC മെറ്റാണ് നമുക്ക് ഫണ്ടിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫണ്ടിങ്ങിൽ എന്തായി? 200%, 150 200% ആക്കി. മാത്രമല്ല അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിലെ വേൾഡില് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഫ്യൂച്ചറിൽ മാറുന്നുണ്ടാവും സുഹൃത്തുക്കളെ. അപ്പൊ കാര്യങ്ങൾ വളരെ വളരെ വലിയ രീതിയിലാണ് മാറാൻ പോകുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സമയക്കുറവുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ PVC മെറ്റ എത്ര വെബ്സൈറ്റില് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. നിരവധി ലിസ്റ്റിൽ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് പരിശോധിക്കാം. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. PVC മെറ്റ നമ്മൾ വെറുതെ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഒരു സെക്കൻഡ് ഓൾറെഡിയാണ്. ഇതേപോലെ കാണാതെ സാറേ? കാണാം സാർ, കാണാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഗൂഗിൾ എടുക്കുക, PVC മെറ്റ ലിസ്റ്റിംഗ് എന്നോ ലിസ്റ്റഡ് എന്നോ അടിക്കുക. PVC മെറ്റ ലിസ്റ്റഡ് എന്നോ ലിസ്റ്റിംഗ് എന്നോ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ലിസ്റ്റഡ് എന്ന് അടിച്ചു, ചെറിയ വ്യത്യാസം വരും. നിങ്ങൾ ഇങ്ങനെ അടിച്ചാലും മതി. അങ്ങനെ അടിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് കാണാൻ പോകുന്നത്? PVC മെറ്റയുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ വെബ്സൈറ്റ് ആണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് PVC മെറ്റ? ഈസ് PVC മെറ്റ ലിസ്റ്റഡ് ഓൺ ബിനാൻസ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ താഴോട്ട് പോവാ. കോയിൻ രണ്ടാമത് നമ്മൾ എപ്പോഴും പറയുന്ന കോയിൻ ജെക്കോ, അതിൽ ഫുൾ കോയിൻ പപ്രിക, കോയിൻ ബേസ്, ഇങ്ങനെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബിനാൻസ്. ഇപ്പൊ ഞാൻ ബിനാൻസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു. ബിനാൻസിൽ ടച്ച് ചെയ്താൽ അവിടെയൊക്കെ ഈ നമ്മുടെ PVC മെറ്റയുടെ ടോട്ടൽ പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കംപ്ലീറ്റ് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചിലും, എനിക്കറിയുന്ന മേജർ എക്സ്ചേഞ്ചിലുള്ള കംപ്ലീറ്റ് എക്സ്ചേഞ്ചിലും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അവൈലബിൾ ആയി തുടങ്ങി. ഒന്നല്ല, ഇതാണോ ഇവിടെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്താൽ PVC മെറ്റയുടെ വില മുതലുള്ള എല്ലാം ലോഡ് കഴിഞ്ഞു. PVC മെറ്റ ഇതാ കണ്ടോ? ഇതാ PVC മെറ്റ. ഇത് ബിനാൻസിലെ കാര്യം ഞാൻ പറയുന്നത്. ബിനാൻസിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയാൽ PVC മെറ്റനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ കയറി കഴിഞ്ഞു. എല്ലാ ഡീറ്റെയിലും കിട്ടും. അത് ഇതിലുണ്ടാവും. ഹൗ ടു ബൈ PVC മെറ്റ ഇൻ ബിനാൻസ്. ഇതൊക്കെ ലിസ്റ്റായി കഴിഞ്ഞു. ഓരോ PVC മെറ്റന്റെ കാര്യങ്ങളും ലിസ്റ്റായി കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് തിരിച്ചു പോവാം. അടുത്തൊന്നിലേക്ക് തിരിച്ചു പോവാം. സമയക്കുറവുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് കാണാം. അടുത്ത പേജ് മോർ റിസൾട്ടിൽ പോയാൽ മോർ റിസൾട്ടിലേക്ക് പോവാം. അവിടെ നിന്ന് വീണ്ടും കാണാൻ പറ്റും. ഇവിടെയൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സ്വന്തമായിട്ട് പരിശോധിക്കാം. ഞാനിപ്പോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം PVC മെറ്റ ലിസ്റ്റഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള കോയിൻ ബേസ് കാണുന്നുണ്ടല്ലോ. കോയിൻ ബേസ്
മുതൽ 980-90 കാലഘട്ടം മുതൽ ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിനിന്റെ ചെറിയ ഘട്ടം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്പനിയാണ് കോയിൻ ബേസിന്റെ മദർ കമ്പനി. വാൻഗാർഡ് എന്ന അതിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. VANGUARD, വാൻഗാർഡ്. അത് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന റോത്ത്ചൈൽഡ് കമ്പനിയുടെ തന്നെ അതും തന്നെ. അവര് ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് 2012 കോയിൻ ബേസ് നിലവിൽ വന്നത്. ഈ കോയിൻ ബേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ആളുകൾ ചോദിക്കുന്നതിനൊരു ആൻസർ അവിടെ വന്നിട്ടുണ്ട്. നമ്മളത് ഔദ്യോഗികമായിട്ട് പറയാതിരിക്കാം, കാരണം അത് ഫുൾ ഫംഗ്ഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതാണ്. പല ആളുകൾ ചോദിക്കുന്ന ചോദ്യം, PVC മെറ്റ നമുക്ക് മാറി ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി ബിനാൻസിൽ ഇന്ത്യൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം വന്നിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മളെ ക്രിപ്റ്റോ കറൻസി വിറ്റ് പേയ്മെന്റ് മാണിക്കുന്ന ഒരു സംവിധാനം എവിടെ വന്നിട്ടുണ്ട്? ബിനാൻസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ബിനാൻസിനെയും കാട്ടിയും വലിയൊരു കമ്പനിയാണ് കോയിൻ ബേസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയിട്ടുള്ള വാൻഗാർഡും ബ്ലാക്ക് റോക്കാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിൽ നിങ്ങൾ വായിച്ചാൽ മതി, കൺവേർട്ട് ആൻഡ് സ്വാപ്പ് PVC മെറ്റ ടു ഇന്ത്യൻ റുപ്പി INR. കാണാലോ സാറേ? കൺവേർട്ട് ആൻഡ് സ്വാപ്പ് PVC മെറ്റ ടു ഇന്ത്യൻ റുപ്പി INR. ആരാ പറഞ്ഞിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ, അമേരിക്കയിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള കോയിൻ ബേസ്. ഞാൻ ആ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറാൻ പോകുന്നു. സമയം വൈകി ഒരു 2 മിനിറ്റ് കൂടെ നിന്നാൽ മതി. ഇതാ ഹോം പേജിൽ എന്താ വന്നിരിക്കുന്നത്? PVC മെറ്റ PVC INR കൺവേർട്ട് PVC മെറ്റ ടു ഇന്ത്യൻ റുപ്പീസ്. മാത്രമല്ല, ഞാൻ ഇതിന് സമയക്കുറവുണ്ട്, നിങ്ങൾക്ക് സ്വന്തം പരിശോധിക്കാം. നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആൻസർ അവിടെ കിട്ടുന്നുണ്ടാവും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് വീണ്ടും പോയി താഴെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ആൻസർ കിട്ടുന്നുണ്ടാവും. ഇതാ കാണാൻ പറ്റും. ആദ്യം എന്താ കാണിക്കുന്നത്? കൺവേർഷൻ കാണിക്കുന്ന ഏത് പെർസെന്റേജാണ് ആദ്യം കാണിക്കുന്നത്? PVC മെറ്റ ടു USD. PVC മെറ്റന്ന് USD ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. കോയിൻ ബേസിലാണ് ഇത് ലോഡ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. കോയിൻ ബേസ് എന്താണെന്ന് ആദ്യം നമ്മളൊന്ന് പരിശോധിക്കണം. അതിനുശേഷം കോയിൻ ബേസ് പറയുന്ന കാര്യങ്ങൾ ഒരു ഫേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണോ എന്ന് കോയിൻ ബേസ് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. PVC മെറ്റ ടു USD. അടുത്തെന്താണ്? PVC മെറ്റ ടു CAD. CAD എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, പരിശോധിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസിയാണ് കനേഡിയൻ ഡോളർ. PVC മെറ്റ ടു GBP. PVC മെറ്റ ടു GBP. എന്താണ് GBP എന്ന് പറയാൻ? ഒരു കറൻസിയാണ്. എവിടുത്തെ കറൻസിയാണ്? ബ്രിട്ടീഷ് പൗണ്ട് ആണത്. ബ്രിട്ടീഷ് പൗണ്ട്. PVC മെറ്റ ബ്രിട്ടീഷ് പൗണ്ട് ആയിട്ട് മാറാൻ പോകുന്ന സുഹൃത്തുക്കളെ. PVC മെറ്റ കനേഡിയൻ ഡോളർ ആയിട്ട് മാറാൻ പോകുന്ന സുഹൃത്തുക്കളെ. PVC മെറ്റ US ഡോളർ ആയിട്ട് മാറാൻ പോകുന്ന സുഹൃത്തുക്കളെ. തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. PVC മെറ്റ ടു JPY. ചെറിയ രാജ്യത്തൊന്നല്ല മാറാൻ പോകുന്നത്. PVC മെറ്റ അവിടുത്തെ സാധാരണ രാജ്യങ്ങളിലുള്ള കറൻസി ആയിട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. PVC മെറ്റ ടു JPY. JPY എന്താണ്? ജപ്പാൻ yen. അടുത്തത് PVC മെറ്റ INR. ഇങ്ങനെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി. ഇപ്പൊ ഇത് എത്ര പേജ് ഉണ്ട് സുഹൃത്തുക്കളെ? ഞാനിവിടെ 1 2 3 4 5 6 7 8 9 10 കറൻസികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 10 കറൻസികൾ. സോറി, ടച്ച് ചെയ്തു പോയി. 10 കറൻസികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോ അതാ ഇവിടെ 10 കറൻസി. എത്ര പേജ് ഉണ്ട് ഇവിടെ? താഴെ നോക്കിയാൽ മതി. 1 to 18 പേജ്. അപ്പോൾ എത്ര കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? പല ക്രിപ്റ്റോ ആയിട്ടും പല കറൻസി ആയിട്ടും മാറാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് കോയിൻ ബേസിനകത്ത് വന്നിരിക്കുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? PVC മെറ്റ നമ്മളെ ബാങ്കിലേക്ക് ക്യാഷ് മാറി വരുമോ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല, 10 ഗുണിക്കണം 18 180 തരം
കറൻസികളോ ഡോളറുകളോ ക്രിപ്റ്റോ കറൻസി ആയിട്ടോ മറ്റ് പേരുകളായിട്ടോ മാറാനുള്ള ഒരു സെറ്റപ്പ് ആരൊരുക്കിയിട്ടുണ്ട്? കോയിൻ ബേസ് ഒരുക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. വെറുതെ അല്ല മെറ്റാ ആർമിന്റെ ആളുകൾ പറയുന്നത് നിങ്ങളൊരു ഗ്ലോബൽ സിറ്റിസൺ ആക്കി തരാം എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇപ്പൊ തന്നെ 150 പരം രാജ്യങ്ങളിൽ അവിടെ കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം കോയിൻ ബേസ് കൊണ്ടുവരാൻ തോന്നും PVC മെറ്റനെ. അപ്പൊ നമ്മൾ അവിടെ ബിസിനസ് വരുമോ ഇല്ലയോ? ഏറ്റവും കൂടുതൽ വേൾഡ് ബാങ്ക് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് PVC മെറ്റനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെഫറൽ ഐ ഡി ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാവരും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ റെഫറലിന് വേണ്ടി ഓടി നടക്കും സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും അവിടെ ബിസിനസ് വരുന്നുണ്ടാവും. അവിടെ മെറ്റാ ആർമി പല പല പ്രോഗ്രാം ആലോചിക്കുന്നുണ്ട്. അവിടെ എക്സിബിഷൻ വെക്കാൻ ഉദ്ദേശമുണ്ട്, അവിടെ മീറ്റിംഗ് വെക്കാൻ ഉദ്ദേശമുണ്ട്. അതിന് വേണ്ടുന്ന ഒരു ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ ഒരു പ്രോസസ്സാണ് നേരത്തെ നമ്മളെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അനിൽകുമാർ ദാസ് പറഞ്ഞത്. കാരണം നമുക്ക് കുറെ ലീഡേഴ്സ് വിദേശ രാജ്യങ്ങളിൽ അവിടെ നടക്കുന്ന എക്സിബിഷന് പല പല പ്രോഗ്രാമിൽ ഭാവിയിൽ പോകേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. അതിലേക്കൊരു സ്റ്റെപ്പായിട്ട് ഇതിനെ കണ്ട് നമ്മൾ മുമ്പോട്ട് വന്നാൽ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. നമുക്കറിയാം കേരള സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്നത് 2 ലക്ഷത്തിന് താഴെയുള്ള ഏകദേശം 50 പേര് മാത്രമേ ഉള്ളൂ. 2 ലക്ഷം 2.5 ലക്ഷം രൂപ വരുമാനം മാസം വാങ്ങിക്കുന്ന വെറും 50 60 ആളുകളാണ് നമുക്കറിയുന്ന. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. IPS IAS പോലത്തെ ആളുകൾ. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, കേരള സർക്കാരിനെ വെല്ലുവിളിക്കുന്നതല്ല. കേരള സർക്കാർ കൊടുക്കുന്ന ഒരു ശമ്പളവും നമുക്ക് കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, മെറ്റാ ആർമിയിലെ മെമ്പേഴ്സ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന കേരളത്തിന്റെ ലിസ്റ്റ് എടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്, നാളെ മെറ്റാ ആർമിയിലെ മെമ്പേഴ്സിന്റെ പേരായിരിക്കും അവിടെ വരുന്നുണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 11 മിനിറ്റ് അധികമായിട്ടുണ്ട്. സോറി. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നെറ്റ് കോയിൻ ബേസിൽ വരാൻ പോകുന്ന ഒറ്റ ചേഞ്ച് മാത്രം മതി ഇത്രയും കറൻസി ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇതൊരു ചെറിയൊരു പ്രോഗ്രാം അല്ല സുഹൃത്തുക്കളെ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ ബന്ധുക്കളെ ഹെൽപ്പ് ചെയ്യാൻ ഇത്രയും നല്ല ഒരു അവസരം വേറെ ഒന്നില്ല എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.